ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. സഭാമക്കൾ ഏറെ ആശങ്കപ്പെടുന്ന ഒരു സന്ധ്യയാണ് ഇന്നത്തെ കോടതി പ്രൊസീഡിങ്സും അതിൻ്റെ പല കാര്യങ്ങളും പല രൂപത്തിലും ഭാവത്തിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നേരിട്ടും പലർക്കും അറിയാവുന്ന സംഗതിയാണ്. കേസുകൾ സംബന്ധിച്ച് വിശദമായി കേൾക്കാൻ 17-ാം തീയതിക്ക് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരുന്ന സീനിയർ ലോയർക്ക് സമയത്തെത്താൻ പറ്റിയില്ല. 2 മണിക്ക് സമയം ചോദിച്ചെങ്കിലും കോടതി ഇത് അനുവദിച്ചില്ല. ആ പശ്ചാത്തലത്തിലാണ് 17-ാം തീയതി കേസ് വീണ്ടും കേൾക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗം കുറച്ചുകൂടി വ്യക്തമായി പറയാനും കോടതിയെ ബോധ്യപ്പെടുത്താനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇടവക പള്ളികൾ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് മറുവിഭാഗത്തിന് കൊടുക്കണം എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. എന്നാൽ കോടതി വിധികളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും അതേസമയം തന്നെ സഭയുടെ വിശ്വാസം, ഫെയ്ത്ത് മാറ്റർ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യങ്ങളുണ്ട്. ആ നിലയിൽ കോടതിയെ ഇനിയും ഉള്ള സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. ആരും കൂടുതലായിട്ട് ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സഭയാണ് നമ്മൾ കാത്ത് പരിരക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും നമുക്ക് കൈമാറുന്ന വിശ്വാസവും പൈതൃകവുമാണ്. അതിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം. നിശ്ചയമായിട്ടും ശാശ്വതമായ പരിഹാരം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോസഫ് ഗ്രിഗോറിയസ്, മെത്രാപ്പൊലീത്ത.